പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ആർമഡ് ഫോഴ്സിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ് ആണ് വിളിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം, വനിതകൾക്കും അപേക്ഷിക്കാം. സോ ഫ്രണ്ട്സ്, നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഈ റിക്രൂട്ട്മെന്റിൽ ധാരാളം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ധാരാളം പോസ്റ്റുകളുണ്ട്. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റും അതിലെ പോസ്റ്റും വേക്കൻസിയും 1 by 1 ആയിട്ട് നോക്കാം. ആദ്യമായി കൊടുത്തിരിക്കുന്നത് ആർമഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് ആണ്. ഒന്നാമത്തെ പോസ്റ്റ് MDS ആണ്, 4 വേക്കൻസി. ബാർബർ 2 വേക്കൻസി. സിനിമ ഗ്രേഡ് സെക്കൻഡ് 1 വേക്കൻസി. സ്റ്റെനോ ഗ്രേഡ് സെക്കൻഡ് 1 വേക്കൻസി. വാഷർമാൻ 1 വേക്കൻസി. ട്രേഡ്സ്മാൻ മേറ്റ് 7 വേക്കൻസി. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 10 വേക്കൻസി. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ലെവൽ 1 1 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആർമഡ് മെഡിക്കൽ ഫോഴ്സസ് ഡീപോർട്ട് സ്റ്റോറിലേക്കാണ്. സ്റ്റോർ കീപ്പർ 7 വേക്കൻസി. ക്യാൻറ്റീൻ ബാർബർ 1 വേക്കൻസി. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് സഫായി വാല 1 വേക്കൻസി. ട്രേഡ്സ്മാൻ മേറ്റ് 11 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ആർമഡ് ഫോഴ്സസ് മെഡിക്കൽ സ്റ്റോർ ഡീപോർട്ട് GGS മാർക്ക് ലക്നൌവിലേക്കാണ്. ഫയർമാൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ആർമഡ് ഫോഴ്സസ് മെഡിക്കൽ സ്റ്റോർ ഡീപോർട്ട് പൂനെയിലേക്കാണ്. ഹൈലി സ്കിൽഡ് എക്സ്റേ ഇലക്ട്രീഷ്യൻ ലെവൽ 4 പേ സ്കെയിലാണ് പറഞ്ഞിരിക്കുന്നത്. 1 വേക്കൻസി ഉണ്ട്. ഫയർമാൻ 2 വേക്കൻസി. കുക്ക് 1 വേക്കൻസി. MDS വാച്ച്മാൻ 7 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ഫയർമാൻ തസ്തിക യൂണിഫോം ജോബാണ്. അടുത്തത് MDS സഫായി വാല 1 വേക്കൻസി ഉണ്ട്. ട്രേഡ്സ്മാൻ മേറ്റ് 8 വേക്കൻസിയാണ് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വനിതകൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഫയർമാൻ ഒഴിച്ചുള്ള ബാക്കിയുള്ള തസ്തികയിൽ വനിതകൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് ആർമഡ് ഫോഴ്സസ് മെഡിക്കൽ സ്റ്റോർ ഡീപോർട്ട് ഡൽഹിയിലേക്കാണ്. LDC ഉണ്ട് 3 വേക്കൻസി. ട്രേഡ്സ്മാൻ മേറ്റ് 5 വേക്കൻസി. സ്റ്റോർ കീപ്പർ 7 വേക്കൻസി. ഫയർമാൻ 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ആർമഡ് ഫോഴ്സസ് ട്രാൻസ്ഫ്യൂഷൻ സെന്റർ ഡൽഹിയാണ്. വാഷർമാൻ 1 വേക്കൻസി. ട്രേഡ്സ്മാൻ മേറ്റ് 1 വേക്കൻസി. MDS ഗാർഡൻ അല്ലെങ്കിൽ മാലി 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ലിംബ് സെന്റർ പൂനെ MDS ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1 വേക്കൻസിയാണ് അവിടെ ഉള്ളത്. സോ ഫ്രണ്ട്സ്, നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റെനോ ഗ്രേഡ് സെക്കൻഡ് ലെവൽ 4 പേ സ്കെയിലാണ് പറഞ്ഞിരിക്കുന്നത്. 25,500 മുതൽ 81,100 വരെയാണ് ബേസിക് പേ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഡിഫൻസിന്റെ അലവൻസുകൾ എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. 18 മുതൽ 27 വയസ്സ് വരെ അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സിനും ഇതിൽ 3 വർഷത്തിലവ് OBCക്കും 5 വർഷത്തിലവ് SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് +2 പാസ്സായവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കുക. സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കുന്നില്ല, ടൈപ്പിംഗ് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തത് ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. ലെവൽ 2 പേ സ്കെയിലാണ്. 19,900 മുതൽ 63,200 വരെയാണ് ബേസിക് പേ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഡിഫൻസിന്റെ അലവൻസുകൾ എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. 18 മുതൽ 27 വയസ്സ് വരെയാണ് അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സിന്റെ ഏജ്. ഇതിൽ 3 വർഷത്തിലവ് OBCക്കും 5 വർഷത്തിലവ് SC/ST കാൻഡിഡേറ്റ്സ് ലഭിക്കുന്നതാണ്. +2 ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സ്റ്റോർ കീപ്പറാണ്. ലെവൽ 2 പേ സ്കെയിലാണ്. 19,900 മുതൽ 63,200 വരെയാണ് ബേസിക് പേ പറഞ്ഞിരിക്കുന്നത്. അലവൻസുകൾ ഡിഫൻസിന്റെ അലവൻസ് എല്ലാം ലഭിക്കുന്നതാണ്. 18 മുതൽ 27 വയസ്സ് വരെയാണ് അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സിന്. ഇതിൽ 3 വർഷത്തിലെ OBCക്കും 5 വർഷത്തിലെ SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. +2 ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടൈപ്പിംഗ് അറിഞ്ഞിരിക്കുക. അടുത്തത് ഹൈലി സ്കിൽഡ് എക്സ്റേ ഇലക്ട്രീഷ്യൻ ലെവൽ 4 പേ സ്കെയിലാണ്. 25,500 മുതൽ 81,100 വരെയാണ് ബേസിക് പേ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഡിഫൻസിന് അലവൻസ് എല്ലാം ലഭിക്കുന്നതാണ്. 18 മുതൽ 25 വയസ്സ് വരെ അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സിനും ഇതിൽ 3 വർഷത്തിൽ OBCക്കും 5 വർഷത്തിൽ SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. 10ാം ക്ലാസ് യോഗ്യതയും ഡിപ്ലോമയാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് സിനിമ പ്രൊജക്ഷനിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ലെവൽ 2 പേ സ്കെയിലാണ്. 19,900 മുതൽ 63,200 വരെയാണ് ബേസിക് പേ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഡിഫൻസിന്റെ അലവൻസുകൾ എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. 18 മുതൽ 25 വയസ്സ് വരെയാണ് അൺറിസർവ്ഡ് ഇതിൽ 3 വർഷത്തിൽ OBCക്കും 5 വർഷത്തിൽ SC/ST കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നതാണ്. 10ാം ക്ലാസ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രേഡും പഠിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അടുത്ത ഫയർമാനാണ്. ലെവൽ 2 പേ സ്കെയിലാണ്. 19,900 മുതൽ 63,200 വരെയാണ് ബേസിക് പേ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഡിഫൻസിന്റെ അലവൻസുകൾ എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. 18 മുതൽ 25 വയസ്സ് വരെ അൺറിസർവ്ഡിനും ഇതിൽ 3 വർഷത്തിൽ OBCക്കും 5 വർഷത്തിൽ SC/ST കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നതാണ്. 10ാം ക്ലാസ്സാണ് യോഗ്യത. കൂടാതെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 165 സെന്റിമീറ്റർ ആണ്. വെയിറ്റ് 50 കിലോഗ്രാം. ചെസ്റ്റ് 81.5 സെന്റിമീറ്റർ നോർമലും എക്സ്പാൻഷൻ വരുമ്പോൾ 85 സെന്റിമീറ്റർ ചെസ്റ്റും ഉണ്ടായിരിക്കേണ്ടതാണ്. ഐസൈറ്റ് പറഞ്ഞിരിക്കുന്നത് 6/6 ആണ്. അതുപോലെ തന്നെ എൻട്രൻസ് ടെസ്റ്റും അതുപോലെ 2.7 മീറ്റർ ഡിച്ചും അതുപോലെ 3 മീറ്റർ വെർട്ടിക്കൽ റോപ്പ് ക്ലൈംബിങ്ങും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കൂ.
അടുത്ത ട്രേഡ്സ്മാൻ മേറ്റ് ആണ്. ലെവൽ 1 പേ സ്കെയിലാണ് പറഞ്ഞിരിക്കുന്നത്. 14,000 മുതൽ 56,900 വരെയാണ് ബേസിക് പേ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഡിഫൻസിന്റെ അലവൻസുകൾ എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. 18 മുതൽ 25 വയസ്സ് അൺറിസർവ്ഡിനും ഇതിൽ 3 വർഷത്തിൽ OBCക്കും 5 വർഷത്തിൽ SC/ST കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നതാണ്. 10ാം ക്ലാസ്സാണ് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ 40 കിലോഗ്രാം വെയിറ്റ്, 100 മീറ്റർ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് 60 സെക്കൻഡിൽ. അടുത്ത പോസ്റ്റ് കുക്കാണ്. ലെവൽ 1 പേ സ്കെയിലാണ് പറഞ്ഞിരിക്കുന്നത്. 18 മുതൽ 25 വയസ്സാണ് ഏജ് പറഞ്ഞിരിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ കുക്കിംഗ് അറിഞ്ഞിരിക്കുക. അടുത്തത് ബാർബർ ആണ്. ലെവൽ 1 പേ സ്കെയിലാണ്. 18 മുതൽ 25 വയസ്സ് വരെയാണ് അൺറിസർവ്ഡിന് ഇതിൽ 3 വർഷത്തിൽ OBCക്കും 5 വർഷത്തിൽ SC/ST കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നതാണ്. 10ാം ക്ലാസ് യോഗ്യതയും അതുപോലെ തന്നെ ട്രേഡിൽ പ്രൊഫഷൻസിയും ചോദിച്ചിട്ടുണ്ട്. ക്യാൻറ്റീൻ ബാർബർ ലെവൽ 1 പേ സ്കെയിലാണ്. 18 മുതൽ 25 വയസ്സിൽ അൺറിസർവ്ഡിനും ഇതിൽ 3 വർഷത്തിൽ OBCക്കും 5 വർഷത്തിൽ SC/ST കാൻഡിഡേറ്റ്സ് ലഭിക്കുന്നതാണ്. 10ാം ക്ലാസ് യോഗ്യതയും ട്രേഡിൽ പ്രൊഫഷൻസിയും ചോദിച്ചിട്ടുണ്ട്. അടുത്ത പോസ്റ്റ് വാഷർമാൻ ആണ്. ലെവൽ 1 പേ സ്കെയിലാണ്. 18 മുതൽ 25 വയസ്സ് വരെ അൺറിസർവ്ഡിനും ഇതിൽ 3 വർഷത്തിൽ OBCക്കും 5 വർഷത്തിൽ SC/ST കാൻഡിഡേറ്റ്സ് ലഭിക്കുന്നതാണ്. 10ാം ക്ലാസ് യോഗ്യതയും ട്രേഡിൽ പ്രൊഫഷൻസിയും ചോദിച്ചിട്ടുണ്ട്. അടുത്തത് MDS ആണ്. എല്ലാ തസ്തികയുണ്ട്. വാച്ച്മാൻ, ചൗക്കീദാർ, സഫായി വാല, മെസഞ്ചർ, ഗാർഡനർ, മാലി. ലെവൽ 1 പേ സ്കെയിലാണ്. 18,000 മുതൽ 56,900 വരെയാണ് ബേസിക് പേ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഡിഫൻസിന്റെ അലവൻസുകൾ എല്ലാം ലഭിക്കുന്നതാണ്. 18 മുതൽ 25 വയസ്സ് വരെ അൺറിസർവ്ഡിനും ഇതിൽ 3 വർഷത്തിൽ OBCക്കും 5 വർഷത്തിൽ SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. 10ാം ക്ലാസ്സാണ് യോഗ്യത. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിലേക്ക് അപേക്ഷ അയക്കുന്നത് ഓഫ്ലൈൻ വഴിയാണ്. ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. 9 ആഗസ്റ്റ് വരെ നമുക്ക് ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കാം. ആപ്ലിക്കേഷൻ ഫോം ഇതാണ്. ആദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, ഏത് പോസ്റ്റിലേക്കാണ് ആപ്ലിക്കേഷൻ അയക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ആദ്യം തന്നെ പിൻ ചെയ്തേക്കാം. എംപ്ലോയ്മെൻറ്റ് ന്യൂസ് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. 10 ജൂലൈ ആണ് എംപ്ലോയ്മെൻറ്റ് ന്യൂസ് ഡേറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ യൂണിറ്റിൻ്റെ നെയിം, നമുക്ക് ഓരോ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഓരോ അഡ്രസ്സാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അഡ്രസ്സ് ആദ്യം നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് ഇതാണ്. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്രസ്സ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മഴയോട് സ്ക്രോൾ ചെയ്യുമ്പോഴും ഇവിടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് അഡ്രസ്സാണ്. മാത്രമല്ല ഈ ഹെഡിങ് ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം കൊടുത്തിരിക്കുന്ന എല്ലാ അഡ്രസ്സാണ്. അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് അത് നോക്കുക ആദ്യം. അതിനുശേഷം അതിന് മുകളിൽ കൊടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് അഡ്രസ്സ് എവിടെയാണെന്ന് നോക്കുക. അതാണ് നമ്മുടെ അഡ്രസ്സ്. അവിടത്തേക്കാണ് നമ്മൾ അയക്കേണ്ടത്. പോസ്റ്റ് അവിടത്തേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഒരു ഫോട്ടോ ഒട്ടിക്കുക. സെൽഫ് അറ്റസ്റ്റ് ചെയ്തൊരു ഫോട്ടോ ഒട്ടിക്കുക. അതുപോലെ തന്നെ ഫുൾ നെയിം ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ഫാദേഴ്സ് അല്ലെ ഹസ്ബൻഡ് നെയിമാണ്. മാരീഡ് ആയിട്ടുള്ള വനിതകൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ തസ്തികയിലേക്ക്. അതുകൊണ്ട് തന്നെ മാരീഡ് ആയിട്ടുള്ളവർ ഹസ്ബൻഡ് നെയിം എഴുതുക. അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിമും ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ എഴുതേണ്ടതാണ്. അടുത്തത് മദേഴ്സ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതേണ്ടതാണ്. ഡേറ്റ് ഓഫ് ബർത്ത്, സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന 10ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്ന ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എഴുതുക. ഏജ് ആസ് ഓൺ ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസിപ്പിയൻ്റ് ആപ്ലിക്കേഷൻ, അപേക്ഷ അയക്കുന്ന തീയതിയിലെ ഏജ് അവിടെ എഴുതുക. കാറ്റഗറി ഏതാണെന്ന് എഴുതുക. ജനറൽ ആണോ, OBC ആണോ, SC ആണോ, ST ആണോ, EWS ആണോ എന്ന് അവിടെ എഴുതുക. നാഷണാലിറ്റി അവിടെ എഴുതുക. ഇന്ത്യൻ ആണ്. റിലീജിയൻ എന്താണെന്ന് വെച്ചാൽ അവിടെ എഴുതുക. അഡ്രസ്സ് അവിടെ ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല പെർമനൻറ്റ് അഡ്രസ്സും ചോദിച്ചിട്ടുണ്ട്. അടുത്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എഴുതേണ്ടതായിട്ടുണ്ട്. നെയിം ഓഫ് എക്സാമിനേഷൻ പാസ്ഡ്, ഇയർ ഓഫ് പാസിങ്, നെയിം ഓഫ് യൂണിവേഴ്സിറ്റി, പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഒബ്റ്റൈൻഡ്, ഡിവിഷൻ, റിമാർക്സ് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ എഴുതേണ്ടതായിട്ടുണ്ട്. അതുപോലെ ചോദിച്ചിരിക്കുന്ന എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എഴുതുക. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ ഡിക്ലറേഷൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. സിഗ്നേച്ചറും നെയിമും. അതുപോലെ തന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനാണ് മെയിൽ കാൻഡിഡേറ്റ്സിന്, റൈറ്റ് തമ്പ് ഇംപ്രഷനാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് 3 സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ്സ്, അതുപോലെ സെൽഫ് അറ്റസ്റ്റ് കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കോപ്പി, ITI പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി വെക്കുക, ഇല്ലെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ല. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ വെക്കുക, ഇല്ലെങ്കിൽ അത് വെക്കേണ്ട ആവശ്യമില്ല. കോപ്പി ഓഫ് ആധാർ വെച്ചിട്ടുണ്ട്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ട്. OBC, SC, ST കാൻഡിഡേറ്റ്സിന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വെക്കണം. അടുത്തത് 2 സെൽഫ് അഡ്രസ്സ് ചെയ്ത് നമ്മുടെ സ്വന്തം അഡ്രസ്സ് എഴുതിയ 2 സ്റ്റാമ്പ്, 2 എൻവലപ്പ് വെക്കേണ്ടതായിട്ടുണ്ട്. 25 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചാണ് വെക്കേണ്ടത്. സോ ഫ്രണ്ട്സ്, അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തീർച്ചയായും അപേക്ഷിക്കുക. കാരണം നല്ലൊരു അവസരമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന തീയതി
9 ആഗസ്റ്റാണ്. ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും അതിന് ആപ്ലിക്കേഷൻ ഫോമും നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ ഉണ്ട്. 6ാമത്തെ പേജ് മുതൽ ആപ്ലിക്കേഷൻ ഫോമാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതിന് കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. റിക്രൂട്ട്മെൻറ്റ് നോട്ടീസ് നമ്പരും പിൻ ചെയ്തേക്കാം. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോബ് നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ ദിസ് വീഡിയോ. വന്ദേ മാതരം.